ഹലോ ചങ്ങായിമാരെ, എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ പല കേരള സ്റ്റോറികളും കണ്ടിട്ടുണ്ട്. ഒരുപാട് കേരള സ്റ്റോറി ഇപ്പോൾ ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ കേരള സ്റ്റോറിൻ്റെ ഒരു നിര തന്നെ കാണാം നമുക്ക്. എന്നാൽ നമ്മളൊരു സൗദി സ്റ്റോറി ഒന്ന് കണ്ടുനോക്കിയാലോ? സൗദി സ്റ്റോറി എന്നല്ല, അറബിക് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും, പിന്നെ നമ്മളെ നാട്ടിലെ ചില വായ തുറന്നു കഴിഞ്ഞാൽ വിഷം തുപ്പുന്ന ജീവികൾ, അവരെ ഒഴിച്ചുള്ള ബാക്കി മനുഷ്യരായ ആളുകളുണ്ടല്ലോ, അവർക്കുള്ളതാട്ടോ വീഡിയോ. मैं एक हिंदू हूँ और मेरा नाम रितेश राजपूत है। सऊदी अरब के एक मुस्लिम शेख के घर पर मैं पिछले 5 सालों से हाउस ड्राइवर का काम करता हूँ और शेख के फैमिली वाले इतने अच्छे हैं, मुझे जानते हैं कि मैं एक हिंदू हूँ, लेकिन मुझसे एक बार भी नहीं कहा रितेश तुम अपना धर्म चेंज करो, मुस्लिम बनो, मेरे साथ चलो, नमाज पढ़ो, ये सब कुछ नहीं। कहते तुम हिंदू हो, तुम इंसान हो, मैं मुस्लिम हूँ, मैं इंसान हूँ। और इनका एक बात और बहुत अच्छा लगता है, जब रमजान आता है, सब रोजा रहते हैं, इफ्तारी करने के टाइम मुझे अपने साथ बुलाते हैं और बैठाते हैं, साथ इफ्तारी करते हैं। बल्कि मैं रोजा नहीं रहता हूँ, लेकिन उनके साथ इफ्तारी तो जरूर करता हूँ। നിങ്ങൾ ആ വീഡിയോ, ഇതാണ് ഒരു സൗദി സ്റ്റോറി, ഇതാണ് ഒരു അറബിക് സ്റ്റോറി. അല്ലാതെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇങ്ങനെ കുപ്രചരണം നടത്തും പോലല്ല. അവൻ പറഞ്ഞത് എന്താണ്? ഞാനൊരു ഹിന്ദുവാണ്, എന്നോട് ഒരു തവണ പോലും ഇവരാരും പറഞ്ഞിട്ടില്ല നീ മുസ്ലിം ആവണമെന്ന്, എന്നെ പ്രേരിപ്പിച്ചിട്ടില്ല മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നീ പോയിട്ട് മുസ്ലിം ആവ്, ഇതൊന്നും അവരെന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. അവരെന്നോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ നീയും മനുഷ്യനാണ്, ഞങ്ങളും മനുഷ്യനാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാനിവിടെ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇവരുടെ പ്രത്യേകതയായിട്ട് തോന്നിയത്, റമളാൻ മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കറിയാം ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ നോമ്പെടുക്കുന്ന വ്യക്തിയല്ലെന്ന് അവർക്കറിയാം. പക്ഷെ എന്നാൽ കൂടെ റമളാൻ മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് നോമ്പ് നോൽക്കുന്നവരാണ്, ഞാൻ നോമ്പെടുക്കാത്തവരാണെന്ന് അവർക്കറിയാം. എന്നാലും അവര് നോമ്പ് തുറക്കുന്ന സമയമാവുമ്പോൾ എന്നെ അവരുടെ കൂടെ ഇരുത്തി സൽക്കരിക്കും. അത് നമ്മളെ നാട്ടിൽ ചില ആളുകൾ പ്രചരണം നടത്തുന്നുണ്ട്, ഒരു അറബിക്ക് രാജ്യത്ത് പോയി കഴിഞ്ഞിട്ടുണ്ട് അവർ പിടിച്ച് എന്താ പറയാ മുസ്ലിം ആക്കി കളയും, അവര് സുന്നത്ത് കല്യാണം കഴിപ്പിച്ച് കളയും. ഇങ്ങനെയൊക്കെ പ്രചരണം നടത്തുന്ന പല ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? ഒരു അറബിക്ക് രാജ്യത്തിന്റെ സ്നേഹം, അവരുടെ ഒരു ആത്മാർത്ഥത, അവരുടെ കരുതല് നമ്മൾ അറിയണമെന്ന് തോന്നി. പിന്നെ നമ്മളെ നാട്ടിലുള്ള ചില ആളുകൾ, അവർക്ക് അവരുടെ വായ തുറന്നു കഴിഞ്ഞാൽ തീവ്രവാദവും പിന്നെ എന്താ പറയാ കുപ്രചരണങ്ങളും അല്ലാതെ ഒന്നും വരില്ല. അപ്പൊ അതുകൊണ്ട് പല കേരള സ്റ്റോറി കണ്ടപ്പോൾ ഇങ്ങനൊരു സ്റ്റോറി ചെയ്യാന്ന് തോന്നിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടത്. അപ്പൊ പ്രവാസികളായ ആളുകൾ പ്രത്യേകിച്ച് ഇത് കാണുക, ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.